മാനന്തവാടി വരയാൽ ക്ഷേത്രത്തിൽ തുടർച്ചയായ അത്ഭുത പ്രതിഭാസങ്ങളാണ് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം അറിഞ്ഞ് തിരുവനന്തപുരത്തു നിന്നും എത്തിച്ചേർന്ന ദമ്പതിമാർക്കാണ് ഇപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങളായി കുട്ടികളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കേട്ടറിവ് ലഭിച്ചതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ എത്തുകയായിരുന്നു. എത്രയോ ഡോക്ടർമാരെ കണ്ട് മടുത്ത് നിരാശയിലായ ഇവർ അവസാന പ്രതീക്ഷയോടെയാണ് ഈ ക്ഷേത്രത്തിൽ വന്നത്. അത്ഭുത ശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മൂർത്തികൾ. ഇങ്ങനെ നിരവധി ദമ്പതിമാർക്ക് ക്ഷേത്രത്തിലെത്തി നാഗപ്രതിഷ്ഠകൾക്ക് മുന്നിൽ ഉരുളികമഴ്ത്തി കുട്ടികളായ ചരിത്രമുണ്ട്. ഇതിന് സാക്ഷ്യം വഹിച്ച ദമ്പതിമാരാണ് ഇവർ. കോഴിക്കോട് സ്വദേശികൾക്കും സന്താന സൗഭാഗ്യമുണ്ടായി. ഇതിനെ തുടർന്ന് ഇവരും ക്ഷേത്രത്തിലെത്തി. ദേവിക്ക് ഉരുളികമഴ്ത്തി ക്ഷേത്രത്തിൽ നിന്നും നേദിച്ച നെയ്യാണ് പ്രസാദമായി നൽകി വരുന്നത്. ഈ അത്ഭുത ഔഷധം സേവിക്കാനായി ദേശാന്തരങ്ങൾ കടന്നുപോലും നിരവധി പേർ നിത്യേന ഇവിടെ എത്തുന്നുണ്ട്. വൈദ്യശാസ്ത്രം കൈവിട്ട് നിരാലംബരും നിരാശരായവർക്കുമാണ് അത്ഭുതകരമായ ഈ ജീവിത വിജയം നേടുന്നത്. മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായ 7 ആചാരങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഈ ക്ഷേത്രത്തിൽ ആദ്യം നാളികേരം മുട്ടുറയ്ക്കൽ നടത്തി ദേവി പൂജ ചെയ്യുന്നു. 45 നാളികേരം മുട്ടുറയ്ക്കുകയും 25 നെയ്വിളക്കുകൾ കത്തിക്കുകയും വേണം. വരദായിനിയമ്മ ആദി പരാശക്തി ഭാവത്തിൽ കുടികൊള്ളുന്നു. വരം നൽകുന്ന അമ്മയാണ് വരദായിനിയമ്മ. ഭക്തർ എന്തു ചോദിച്ചാലും അമ്മ നൽകുന്നു. ഈ ക്ഷേത്രത്തിൽ വന്ന് കുട്ടികളുണ്ടായാൽ അവരെ ക്ഷേത്രനടയിൽ കൊണ്ടുവന്ന് മൂർത്തികളെ കാണിക്കണം. അടിമ കിടത്തുകയെന്നാണ് ഇതിന് പറയുക. കുട്ടിയുടെ ആദ്യ ചോറൂൺ ഇവിടെയാണ് കൊടുക്കേണ്ടത്. കമഴ്ത്തിയ ഉരുളിയും കുട്ടിയെയും കൊണ്ടുവന്ന് 6 മാസത്തിനുള്ളിൽ കമഴ്ത്തിയ ഉരുളി നിവർത്തണം. തിരുവനന്തപുരത്ത് നിന്നുമെത്തിയ ദമ്പതിമാരും കോഴിക്കോട് നിന്നെത്തിയ ദമ്പതിമാരും സന്തോഷത്തിൻ്റെ നിറ കണ്ണുകളോടെയാണ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും യാത്രയായത്. ദേവിയുടെ അനുഗ്രഹം അനുഭവിച്ചറിയാൻ ക്ഷേത്രത്തിൽ എത്തുക തന്നെ വേണം.